ക്ലാസ്സില്ലാത്ത ദിവസം പൊതുവേ ഞാൻ 12 മണിക്കാണ് എണീക്കാറ്. പിന്നെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ മാത്രം 6 മണി കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് 6 മണിക്ക് എണീറ്റ് നന്നാവാൻ തീരുമാനിച്ചു. 6 മണിക്ക് എണീറ്റില്ലെങ്കിൽ ഒരു 7 മണിക്ക് എണീറ്റു. ആദ്യം തന്നെ ഞാൻ പല്ല് വെച്ച് പിന്നെ ഡേംഡോക്കിൻ്റെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി സെറ്റാക്കുകയാണ് ഇപ്പോൾ. ഇന്ന് മുതൽ വെള്ളം കൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിതാ ഏട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പോയി ഏട്ടനെ അമ്മൂട്ടീനെയൊക്കെ കുട്ടി ഞങ്ങളിതപ്പം നടക്കാൻ തുടങ്ങി. ഞങ്ങൾ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ റോട്ടിൽ കൂടെയാണ് നടക്കാൻ പോയത്. ഇതാ ഇപ്പം നമ്മൾ അവിടെ മുതൽ ഇവിടെ വരെ നടന്നു വന്നു. നേരത്തെ നല്ല രസമുണ്ട് തുടങ്ങിയപ്പോഴേ കുറച്ചേ പണിയുണ്ട്. അയ്യോ, ഇതാണ് സുവോളജി സ്റ്റുഡൻറ്റ്. എവിടെ നോക്കിയാലും ഇപ്പോൾ പാറ്റിയും പല്ലിയും പൈതാരിയും. പണ്ടൊക്കെ പ്രകൃതി ഭംഗിയുള്ള ചെക്കന്മാരെയും വായ നോക്കിയിടണം. ഞാൻ ഇപ്പോൾ ഈറ്റുങ്ങളെയാണ് വായ നോക്കുന്നത്. അങ്ങനെ അതിനൊക്കെ നോക്കി ആദ്യത്തെ നടത്തത്തിൽ നിന്ന് 6000 സ്റ്റെപ്പായ സന്തോഷത്തിൽ വെള്ളമൊക്കെ കുടിച്ച് ഏട്ടൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് വലിയച്ഛൻ പറഞ്ഞ അവിടെ ചെറുതേനീച്ചേൻ്റെ കൂടുണ്ട്. അങ്ങനെ കൂടെ കിളക്കി തേനീച്ചേനൊക്കെ പറത്തി വിട്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അടുത്ത സ്പോട്ട് പോവാണ്. അങ്ങനെ കുറേ നേരം നടന്ന ക്ഷീണം തീർക്കാൻ ഞങ്ങൾ നേരെ പോയി പൂളിൽ ചാടി. പിന്നെ കുറേ നേരം പൂളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര എന്തൊക്കെയൊക്കെയോ കളിക്കുന്നു ഗൈസ്. എനിക്ക് നീന്താൻ അറിയില്ലല്ലോ, കൈയിട്ടടിക്കാനല്ലേ അറിയൂ. പിന്നെ സെമിനാറും എക്സാമും റെക്കോർഡും എല്ലാം കൂടി ഒരു ദിവസമായിട്ട് അതൊന്നും ഞാൻ ചെയ്തു തീർക്കില്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ നേരെ പോയി റെക്കോർഡ് വരയ്ക്കാനിരുന്നു. അങ്ങനെ ഒരു 5-6 മണിക്കൂർ ഒറ്റയിരുപ്പിൽ റെക്കോർഡ് വരച്ച് ക്ഷീണിച്ചപ്പോൾ ഞാൻ നേരെ ഏച്ചീൻ്റെ വീട്ടിലേക്ക് വാവകളെ കളിപ്പിക്കാൻ പോയി. ഏതാണ്ട് സന്ധ്യ വരെ ഞങ്ങൾ വാവകളെയും കളിപ്പിച്ചിരുന്ന് പിന്നെ അവിടുന്ന് രാത്രിത്തേക്ക് കഴിക്കാൻ ചോക്കോസും കോൺഫ്ലെക്സും ഒക്കെ വാങ്ങി നേരെ വീട്ടിൽ പോയി ബാക്കി റെക്കോർഡൊക്കെ വരച്ച് കിടന്നുറങ്ങി.